ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല ഡാറ്റകളും, പ്രത്യേകിച്ച് എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകൾ പോസിറ്റീവായിട്ട് പലതും വരാത്തത് കൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു നെഗറ്റിവിറ്റി നമ്മളെ മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കൺസോളിഡേഷൻ ഫേസിലൂടെയാണ് നമ്മുടെ മാർക്കറ്റ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ബുൾസിനെ അതിജയിച്ച് ബിയേഴ്സ് മാർക്കറ്റ് അടക്കി വാഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ് തന്നെയാണ് മാർക്കറ്റിനെ ഈ ഒരു നിലയിൽ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഈ ഫോറിൻ ബ്രോക്കറേജ് ഹൗസുകളുടെ റിസർച്ച് റിപ്പോർട്ടുകൾ. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചുള്ള 3 അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വളരെയധികം ശുഭകരമായിട്ടുള്ള വാർത്തകളാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആർഫറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു സ്വീറ്റ് സ്പോട്ടിലാണെന്നാണ് മൂഡീസ് റേറ്റിംഗ്സ് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ മൂഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1909 ജോൺ മൂഡി എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റാണ് ഈ പറയുന്ന മൂഡീസ് റേറ്റിംഗ് എന്നുള്ള ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഏജൻസി രൂപം കൊടുത്തത്. അപ്പോൾ അമേരിക്കയിലെ US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഇതിന് 1975 ഒരു നാഷണലി റെക്കഗ്നൈസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ റേറ്റിംഗ് ഓർഗനൈസേഷൻ എന്ന പദവിയിൽ ഇതിനെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ പിന്നീട് ഇതൊരു കമ്പനി ആവുകയും മൂഡീസ് റേറ്റിംഗ് എന്ന് റീനെയിം ചെയ്തുകൊണ്ട് ഇത് ഇപ്പോൾ അറിയപ്പെടാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു റേറ്റിംഗ് ഏജൻസിക്ക് അന്താരാഷ്ട്ര തലത്തിൽ നല്ല റെപ്യൂട്ടേഷനുള്ള ഒരു ഏജൻസിയാണ്. ഫോർച്യൂൺ 500 ലിസ്റ്റിൽ ഉൾപ്പെട്ട ഈ ഒരു കമ്പനി 3 ബിഗ്ഗസ്റ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളിൽ ഒന്നാണ് എന്നുള്ളത് ഇതിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവരാണ് ഇന്ത്യൻ GDP ഗ്രോത്തുമായി ബന്ധപ്പെട്ട ഒരു ഡാറ്റ ഇപ്പോൾ പുറത്തുവിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2024 കലണ്ടർ ഇയറിൽ, അതായത് ഈ ഡിസംബർ അവസാനമാകുമ്പോഴേക്കും നമ്മുടെ GDP ഗ്രോത്ത് 7.2 എന്ന ഒരു ഗ്രോത്ത് റേറ്റിലായിരിക്കുമെന്നാണ് ഈ മൂഡീസ് പറയുന്നത്. അതുകൂടാതെ 2025 അത് 6.6ഉം 2026 അത് 6.5% ആയിരിക്കുമെന്നാണ് ഇവരുടെ ഒരു പ്രൊജക്ഷൻ. അപ്പോൾ ഈ GDP ഗ്രോത്ത് റേറ്റ് 6% കൂടുതൽ എന്നത് ഒരു ഡെവലപ്പിംഗ് എക്കണോമിക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളൊരു ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് റേറ്റ് ഇന്ത്യ അടുത്ത 2 വർഷത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പ്രവചിക്കുമ്പോൾ അത് നൽകുന്ന ഒരു കോൺഫിഡൻസ് ചെറുതല്ല. കാരണം ഈ GDP ഗ്രോത്ത് റേറ്റ് ഡെവലപ്ഡ് എക്കണോമിയിൽ, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള ഡെവലപ്ഡ് എക്കണോമിയിൽ 2 to 3% മാത്രമേ നമുക്ക് കാണാം. അതാണ് അവരുടെ നോർമൽ ഗ്രോത്ത് റേറ്റ്. അപ്പോൾ ഒരു ഡെവലപ്പ് എക്കണോമിയിൽ അത്തരത്തിൽ മതി. പക്ഷെ ഒരു ഡെവലപ്പിംഗ് എക്കണോമി ആയിട്ടുള്ള ഇന്ത്യയുടെ എക്കണോമിയിൽ GDP ഗ്രോത്ത് 6ൽ മുകളിലാവുക എന്നുള്ളത് അതിൻ്റെ ഒരു ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ GDP ഗ്രോത്ത് റേറ്റ് 2ൽ താഴെ പോയാൽ, അങ്ങനെ ഒരു നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മൾ റിസഷൻ ആരംഭിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡാറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന 2030 ആവുന്നത് വരേക്കും ഇന്ത്യയിൽ ഒരു റിസഷൻ ഉള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഈ ഒരു പ്രൊജക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ത്യ നേരിടുന്നത് എക്കണോമിക് സൈക്ലിക്കാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏർണിങ്സിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡ്രോപ്പ് മാത്രമാണ്. കോർപ്പറേറ്റ് ഏർണിങ്സിൽ അവരുടെ ക്വാർട്ടർലി റിസൾട്ടുകൾ ഉണ്ടായിട്ടുള്ള ഒരു ഡ്രോപ്പ്, അതിൻ്റെ പ്രധാന കാരണം ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങളാണ്. അപ്പോൾ ഈ ഇൻഫ്ലേഷന് വരുതിയിലാകുന്നതോടുകൂടി കോർപ്പറേറ്റ് ഏർണിങ്സ് ഇമ്പ്രൂവ് ആകുമെന്നാണ് മൂഡീസ് റിപ്പോർട്ട് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെഗ്മെൻറ്റിൽ നല്ലൊരു ഉണർവ് വരും വർഷങ്ങളിൽ ഉണ്ടാകുമെന്നും അത് റൂറൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കുമെന്നും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്സ് അത് ഇനിയും കൂടുമെന്നും അത് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കുമെന്നൊക്കെ ഈ മൂഡീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആ റിപ്പോർട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യൻ എക്കോണമി അതിൻ്റെ വളർച്ച തുടരുമെന്ന് തന്നെയാണ്. അത് 2030 വരെയെങ്കിലും ഏറ്റവും മിനിമം അതിൻ്റെ ഗ്രോത്ത് മുന്നോട്ട് പോകുമെന്നുമാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു ആശങ്കയ്ക്ക് വകയില്ലാത്ത രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടാവും എന്ന് നമുക്ക് ഇവിടെ ഒരു അനുമാനത്തിലെത്താൻ കഴിയും. രണ്ടാമത്തെ ഒരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുള്ളത് CLSAയുടെ റിപ്പോർട്ടാണ്. അപ്പോൾ CLSAയുടെ റിപ്പോർട്ടാണ് വലിയ തോതിൽ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു പോസിറ്റീവ് ന്യൂസ്. അപ്പോൾ CLSA ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CLSA ക്രെഡിറ്റ് ലയണൈസ് സെക്യൂരിറ്റീസ് ഏഷ്യ എന്ന് പറയുന്ന ഇത് കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലയൻസിന് വേണ്ടിയിട്ട് ഫൈനാൻസ് മാർക്കറ്റിലും വെൽത്ത് മാനേജ്മെൻറ്റിലും സർവീസ് നൽകുന്ന ഹോങ്കോങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പാണ് CLSA.
1986 2 ജേർണലിസ്റ്റുകൾ രൂപം കൊടുത്ത ഒരു ഗ്രൂപ്പാണിത്. ഏഷ്യ പസഫിക് റീജിയണിൽ 20ഓളം സിറ്റികളിൽ ഇവരുടെ ഓഫീസുകൾ നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ആംസ്റ്റർഡാം, ലണ്ടൻ, ന്യൂയോർക്ക് പോലെയുള്ള രാജ്യങ്ങളിലും ഇവരുടെ ആ ഒരു ഓഫീസ് പ്രസൻസ് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ഇൻ്റർനാഷണലി റിനൗണ്ട് ആയിട്ടുള്ള ഒരു ബ്രോക്കറേജ് ഫേമാണ് CLSA. ഏഷ്യൻ മാർക്കറ്റിൽ ഇവർ നടത്തുന്ന ഇടപെടലുകൾ വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആണ്. അതുകൊണ്ട് തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒരു ബ്രോക്കറേജ് ഫേമാണ് CLSA. അപ്പോൾ ഈ CLSA 2013 ചൈനയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കായിട്ടുള്ള CITIC സെക്യൂരിറ്റീസ് അവർ 2013 ഈ CLSA വിലക്ക് വാങ്ങുകയും ഇപ്പോൾ അത് CITICയുടെ കീഴിലുള്ള അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള, പ്രത്യേകിച്ച് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് CITIC എന്നും കൂടി നമ്മൾ ഓർക്കണം. അങ്ങനെയുള്ള ഒരു ഏജൻസി ആയിട്ടാണ് CLSA നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ആ ഒരു ഗ്ലോബൽ ബ്രോക്കറേജാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന് 20% ഓവർ വെയ്റ്റ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന് മുമ്പേ CLSAയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആയെന്നും ഇവിടെ നിന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഫണ്ടുകൾ മാറ്റണം എന്നുമൊക്കെയുള്ള ഒരു ഗൈഡൻസ് ഈ CLSA നൽകിയിരുന്നു. അത് വലിയ തോതിൽ മാർക്കറ്റിനെ സ്വാധീനിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവർ പറയുന്നത് നേരെ ഒരു U-ടേൺ ആണ് ഇവർ നടത്തുന്നത്. ചൈനീസ് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൊണ്ട് കൂടുതലായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്യണമെന്നാണ്. 20% ഓവർ വെയ്റ്റ് ആണ് ഇപ്പോൾ അവർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഓവർ വെയ്റ്റ് എന്ന് പറയുമ്പോൾ നോർമൽ ഗ്രോത്തിൻ്റെ മുകളിൽ 20% അധികം ഗ്രോത്ത് ഇന്ത്യൻ മാർക്കറ്റിലുണ്ടാകും എന്ന അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ളൊരു ഗൈഡൻസ് അവർ നൽകുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വലിയൊരു കറക്ഷൻ മോഡിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു ഗൈഡൻസ് ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു U-ടേൺ ഈ പറയുന്ന CLSA എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കാണുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയമാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ആ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി അത് ചൈനീസ് മാർക്കറ്റിനെ വലിയ തോതിൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം ട്രംപ് ഒരു ചൈനീസ് വിരുദ്ധ ലോബിയുടെ പ്രധാനപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചൈനീസ് എക്കണോമിയെ ഡൗൺ ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ട്രംപ് നടത്തും എന്നുള്ള ഒരു അനുമാനം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു മാറ്റം ഈ CLSA ഇവിടെ പ്രവചിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഈ ഒരു CLSA റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വന്നിട്ടുള്ളത് ജെഫ്രീസിൻ്റെ റിപ്പോർട്ടാണ്. അപ്പോൾ ജെഫ്രീസ് ഇപ്പോഴും ലോങ് ടേമിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് വളരെയധികം ബുള്ളിഷ് ആയിട്ടാണ് അവർ കാണുന്നത്. ഇപ്പോൾ കോഷ്യസ്ലി ബുള്ളിഷ് എന്നാണ് അവരതിന് പറയുന്നത്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കറക്ഷൻ അത് തീർച്ചയായിട്ടും 1-2 ക്വാർട്ടറിൽ തുടരും എന്ന് തന്നെയാണ് ജെഫ്രീസും പറയുന്നതെങ്കിലും 2030 ആകുമ്പോഴത്തേക്കും $10 ട്രില്യൺ ഒരു ഇക്വിറ്റി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുമെന്നാണ് അവരുടെ പ്രവചനം. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു സ്ട്രോങ് ഗ്രോത്ത് വിസിബിലിറ്റി അവർ കാണുന്നുണ്ടെന്നും അപ്പോൾ അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും അതുകൂടാതെ ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റേഴ്സും വ്യാപകമായിട്ട് മാർക്കറ്റിലേക്ക് ഇടപെടുന്നതുമൊക്കെ ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫാക്ടറായിട്ടാണ് അവർ കാണുന്നത്. ചില സെക്ടറുകൾ ഓവർ വാല്യൂഡ് ആയിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് ചില ഫിനാൻഷ്യൽ സ്റ്റോക്കുകൾ, അതുപോലെ കൺസ്യൂമർ സ്റ്റാപ്പിൾസ്, ടെക്നോളജി സർവീസ് കമ്പനികളൊക്കെ ഓവർ വാല്യൂഡ് ആയിട്ട് കാണാമെങ്കിലും ഇപ്പോഴും ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ മാനുഫാക്ചറിങ് സെക്ടർ, അതുപോലെ ഹോസ്പിറ്റൽസ്, ട്രാൻസ്പോർട്ട് ഹബ്സ്, പോർട്സ്, എയർപോർട്ട്സ് തുടങ്ങിയിട്ടുള്ള പല സെഗ്മെൻറ്റിലും അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ധാരാളം സ്റ്റോക്കുകൾ ഉണ്ടെന്നാണ് ഇവരുടെ പ്രവചനം. അപ്പോൾ ഈ ഒരു 3 റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് എത്താൻ പറ്റുന്ന ഒരു സൂചന എന്താണെന്ന് വെച്ചാൽ Q2 ഈ ഒരു ഡൗൺ ട്രെൻഡ് Q3 വരെ തുടർന്നേക്കാവുന്ന ഒരു ഡൗൺ ട്രെൻഡാണ്. പക്ഷേ അത് Q4 ആകുമ്പോഴത്തേക്കും നോർമലൈസ് ചെയ്യപ്പെടുമെന്നാണ് നമുക്ക് മൊത്തത്തിലുള്ള റിപ്പോർട്ട് വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴേക്കും ഈ ഓവർ വാല്യൂഡ് ആയിട്ട് ഈ ഒരു പൊസിഷനൊക്കെ ഫെയർലി വാല്യൂഡ് ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ തിരിച്ചുവരവ് കൂടി വരുന്നതോടുകൂടി തീർച്ചയായിട്ടും നല്ലൊരു ഗ്രോത്ത് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം എന്നാണ് മൊത്തത്തിലുള്ള റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.